ഹായ് ഓൾ, ഞാൻ ഐശ്വര്യ ഏജി എയിംസ് മംഗലഗിരിയിൽ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഇൻ്റഗ്രൽ കറ്റാനത്തിലെ ഒരു ഫോമൽ സ്റ്റുഡൻറ്റ് കൂടിയാണ്. സോ മെയ് 5th നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ നീറ്റ് ആസ്പിറൻസിനും കുറച്ച് ഇൻഫർമേഷൻസ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പുതിയ ഇൻഫർമേഷൻസ് ഒന്നുമല്ല, എൻ്റെ ഒരു ലൈഫിൽ ഞാനും ഈ ഒരു ഫേസിൽ കൂടെ പോയപ്പോൾ എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ മാത്രം. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് മൊമെൻറ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ലൈക്ക് നമ്മൾ എന്ത് വായിക്കണം, എന്ത് റിവൈസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നമ്മൾ നല്ല ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിരിക്കും. സോ ഈ ഒരു ടൈമിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, വി ഷുഡ് ബി ഫിസിക്കലി മെൻ്റലി പ്രിപ്പയർഡ് ഫോർ ദിസ് എക്സാം. ബിക്കോസ് ഈ ഒരു ടൈമിൽ നമ്മൾ കൂടുതലായിട്ടും ഡിപ്രസ് ആയി പോകാനും അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ് ഉണ്ടാവാനും ഒക്കെ ഉള്ളൊരു സാധ്യതയുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഈ രണ്ട് പോസിബിലിറ്റീസും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ റിയാലിറ്റിയിലേക്ക് വരിക, നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് കോൺഷ്യസ് ആയിട്ടിരിക്കുക. കാരണം ഹെൽത്തി ബോഡി ആയിട്ടിരിക്കുമ്പോഴേ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള പെർഫോമൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ പുതിയ കാര്യങ്ങളിലേക്ക് എക്സ്പ്ലോർ ചെയ്യാതെ ഇപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് റിവൈസ് ചെയ്ത് ഷോർട്ട് നോട്ട്സ് വായിച്ച്, ഇപ്പോൾ ഫിസിക്സൊക്കെ ആണെങ്കിൽ തന്നെയും ഇക്വേഷൻസ് കൂടുതൽ റിവൈസ് ചെയ്യുക. കാരണം ഇക്വേഷൻസ് മറന്നു പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പ്രോബ്ലംസ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. സോ ഇക്വേഷൻസ് ബിൽഡപ്പ് ചെയ്യുക. അതേപോലെ ഓർഗാനിക് കെമിസ്ട്രി എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഇക്വേഷൻസ്, നെയിംഡ് ഇക്വേഷൻസ്, ഇൻഓർഗാനിക് കെമിസ്ട്രിയിൽ നമുക്ക് ഓർത്ത് വെക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, ലൈക്ക് ബൈ ഹാർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബയോളജിയൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലത് നമുക്ക് വീക്കായിട്ട് തോന്നുന്ന കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ആ ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് എടുത്ത് റിവൈസ് ചെയ്യുമ്പോൾ തന്നെ ബയോളജി ഒരുമാതിരി ഓക്കെ ആവും. സോ നമുക്കറിയാവുന്ന കാര്യങ്ങൾ, നമുക്കറിയാവുന്ന കോൺസെപ്റ്റ്സ് പ്രോപ്പറായിട്ട് ഓർത്ത് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് ഓക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ എക്സാമിന് നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്യാം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാംസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നീറ്റ് എക്സാമിൻ്റെ ആ ഒരു പാറ്റേണിൽ തന്നെ നമ്മൾ ഒരുപാട് മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യുക. കാരണം എത്ര ടോപ്പിക്സ് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഏറ്റവും കൂടുതൽ നമ്മൾ എക്സാംസ് അപ്രോച്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ വീക്ക് പോയിന്റ്, നമുക്ക് ടൈം എവിടെയാണ്, ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റാണ് നമുക്ക് കൂടുതൽ പ്രോബ്ലം ഉണ്ടാക്കുന്നത്, ഏത് ചാപ്റ്റേഴ്സാണ് നമ്മുടെ പ്രോബ്ലം. അപ്പോൾ അതൊക്കെ ഒരു ഐഡിയ കിട്ടാൻ ഏറ്റവും നല്ലത് എക്സാംസ് പ്രാക്ടീസ് ചെയ്യുന്നതാണ്, മോക്ക് എക്സാംസ്. അപ്പോൾ മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു പാറ്റേൺ ഉണ്ടായിരിക്കും, ഓരോരുത്തരും ഡിഫറെൻ്റ് ആയിരിക്കും. ചിലർ ബയോളജി ആയിരിക്കും ഫസ്റ്റ് അറ്റൻഡ് ചെയ്യും, ചിലർ ഫിസിക്സ് ആയിരിക്കും. സോ അതൊക്കെ ഓരോരുത്തരുടെ ഡിപ്പെൻസ് ആണ്. സോ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് ഏതാണ് അത് തന്നെ എക്സാമിനും ഫൈനൽ എക്സാമിനും അതേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യണം. നമ്മൾ ഇത്രയും നാളും എങ്ങനെയാണോ പഠിച്ചിരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണോ എക്സാം എഴുതിയിരുന്നത് അതിന് ഇനി ഒരു മാറ്റം വരുത്തേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ മുമ്പിൽ ഇനി കുറച്ച് ഡേയ്സ് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ഏത് സ്ട്രാറ്റജി ഫോളോ ചെയ്തത് അത് തന്നെ ഇപ്പോഴും ഫോളോ ചെയ്യാം. അതേപോലെ തന്നെ ഏറ്റവും ആവശ്യം റിവിഷനാണ്, മെയിനായിട്ടും ഷോർട്ട് നോട്ട്സിൻ്റെ റിവിഷനാണ്. വീണ്ടും ആദ്യം തൊട്ടുള്ള ടെക്സ്റ്റ് വായിക്കാനോ റിവൈസ് ചെയ്യാനോ ഒന്നും ടൈം ഇപ്പോൾ ഉണ്ടാവില്ല. പിന്നെ ഫിസിക്സ് ആണെങ്കിൽ കുറേയൊക്കെ പ്രോബ്ലംസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം, നമുക്ക് ഏറ്റവും വീക്കായിട്ടുള്ള ചാപ്റ്റേഴ്സ് ചെയ്യുന്നു. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്യുമ്പോൾ ഒരു ഐഡിയ കിട്ടും എവിടെയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും, ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ എങ്ങനെയാണ്, ആ ഒരു ഐഡിയ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തന്നെ കിട്ടും. ഒരു പ്രീവിയസ് 20 ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു 15 ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 10 ഇയർ ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഒരു റീസെൻ്റ്ലി എങ്ങനെയാണ് പേപ്പർ എന്നുള്ളൊരു ഐഡിയ നമുക്ക് നന്നായിരിക്കും. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പറയുകയാണെങ്കിൽ ഹെൽത്ത്. കാരണം ഹെൽത്തി ആയിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു രീതിയിൽ നമ്മുടെ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലൈമറ്റ് നമുക്കറിയാം, ഇപ്പോൾ നല്ല ഹോട്ട് ആയിട്ടുള്ള ക്ലൈമറ്റാണ്. സോ കൂടുതലായിട്ടും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഫുഡൊക്കെ പ്രോപ്പറായിട്ട് കഴിക്കുക. കാരണം നല്ല ബ്രെയിനിന് ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്കിതൊക്കെ അറിയാം, ബട്ട് എക്സാമിൻ്റെ സ്ട്രെസ് കൊണ്ട് നമ്മൾ ഫുഡ് സ്കിപ്പ് ചെയ്യും. അതേപോലെ ഉറക്കം, സ്ലീപ്പ് ഒരു 6 hours മിനിമം സ്ലീപ്പ് ഉണ്ടായിരിക്കണം. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ ബോഡീനെ ഫിസിക്കലി മെൻ്റലി സ്റ്റേബിൾ ആക്കിയാൽ നല്ല രീതിയിൽ നമുക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കും. പിന്നെ ഇത്രയും നാളും നമുക്ക് കിട്ടിയ മോക്ക് എക്സാമിന് കിട്ടിയ മാർക്സോ അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തപ്പോൾ കിട്ടിയ മാർക്സോ അതൊന്നും ആലോചിച്ച് നമ്മൾ ബോധേഡ് ആവേണ്ട കാര്യമില്ല. കാരണം ഈ മാർക്സ് ഒന്നും അല്ല നമ്മുടെ ഫൈനൽ എക്സാംസിൽ വരാൻ പോകുന്നത്. നമ്മൾ ആ 3 hours എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു അതിലാണ് നമ്മളുടെ സക്സസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ഇപ്പോഴത്തെ മാർക്സിനെ കണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ബോധേഡ് ആവേണ്ട കാര്യമില്ല. നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ എക്സാംസ് അറ്റൻഡ് ചെയ്യാം.
സോ ഓൾ ദി ബെസ്റ്റ് ഫോർ ദ നീറ്റ് ആസ്പിറൻസ്. നിങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ നല്ല രീതിയിൽ എക്സാംസ് എഴുതി നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.